ഉൽപ്പത്തി അധ്യായം 33. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലേയായുടെയും റാഹേലിൻ്റെയും 2 പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലേയായെയും മക്കളെയും അതിനു പിറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പിറകിലും നിർത്തി. അവൻ അവരുടെ മുമ്പേ നടന്നു. സഹോദരൻ്റെ അടുത്തെത്തോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ്. അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തിയെന്ന് ഏസാവിനെ വണങ്ങി. തുടർന്ന് ലേയായും അവളുടെ മക്കളും, അതിനുശേഷം ജോസഫും റാഹേലും അടുത്തിയെന്ന് താണു വണങ്ങി. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറഞ്ഞു, എൻ്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടുക. ഏസാവ് പറഞ്ഞു, സഹോദരാ, എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്. നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. ഏസാവ് പറഞ്ഞു, നമുക്ക് യാത്ര തുടരാം. ഞാൻ നിന്റെ മുൻപേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന്. കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട്. ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും. അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സീറിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം. എൻ്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ? ഏസാവ് ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, എന്തിന്? എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി. അതുകൊണ്ട് ഏസാവ് അന്ന് തന്നെ സെയ്റിലേക്ക് തിരികെ പോയി. യാക്കോബാകട്ടെ സുക്കോത്തിലേക്ക് പോയി. അവിടെ വീട് പണിതു, കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്നു പേരുണ്ടായത്. യാക്കോബ് പാദാനാരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു. അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു. യാക്കോബ് ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അതിന് ഏൽ എലോഹൈ ഇസ്രായേൽ എന്ന് പേരിട്ടു. Chapter 33. Jacob looked up and saw Esau coming, accompanied by 400 men. So he divided his children among Leah, Rachel, and the 2 maidservants, putting the maids and their children first, Leah and her children next, and Rachel and Joseph last. He himself went on ahead of them, bowing to the ground 7 times until he reached his brother. Esau ran to meet him, embraced him, and flinging himself on his neck, kissed him as he wept. When Esau looked about, he saw the women and children. "Who are these with you?" he asked. Jacob answered, "They are the children whom God has graciously bestowed on your servant." Then the maidservants and their children came forward and bowed low. Next Leah and her children came forward and bowed low.
Lastly, Rachel and her children came forward and bowed low. Then Esau asked, "What did you intend with all those droves that I encountered?" Jacob answered, "It was to gain my Lord's favor." "I have plenty," replied Esau. "You should keep what is yours, brother." "No, I beg you," said Jacob. "If you will do me the favor, please accept this gift from me, since to come into your presence is for me like coming into the presence of God, now that you have received me so kindly. Do accept the present I have brought you. God has been generous toward me, and I have an abundance." Since he so urged him, Esau accepted. Then Esau said, "Let us break camp and be on our way. I will travel alongside you." But Jacob replied, "As my Lord can see, the children are frail. Besides, I am encumbered with the flocks and herds which now have sucklings. If overdriven for a single day, the whole flock will die. Let my Lord then go on ahead of me, while I proceed more slowly at the pace of the livestock before me and at the pace of my children, until I join my Lord in Seir." Esau replied, "Let me at least put at your disposal some of the men who are with me." But Jacob said, "For what reason? Please indulge me in this, my lord." So on the same day that Esau began his journey back to Seir, Jacob journeyed to Succoth. There he built a home for himself and made booths for his livestock. That is why the place was called Succoth. Having thus come from Padan Aram, Jacob arrived safely at the city of Shechem, which is in the land of Canaan, and he encamped in sight of the city. The plot of ground on which he had pitched his tent he bought for 100 pieces of bullion from the descendants of Hamor, the founder of Shechem. He set up a memorial stone there and invoked El, the God of Israel.